അപ്പോൾ നമ്മുടെ ചെമ്മീൻ പാൽ പിഴിഞ്ഞ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീനാണ്. എന്നിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 തണ്ട് കറിവേപ്പിലയും അത് വേവുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ചെമ്മീന് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഉള്ളി, ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളിയാണ് ചെയ്യുന്നത്. ചുവന്നുള്ളി ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 തണ്ട് വേറെ കറിവേപ്പില, പിന്നെ ഒരു 5 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ 1.5 മുറി തേങ്ങയുടെ പാലാണിത്. അത് 1-ാം പാലാണ്. 1-ാം പാലും 2-ാം പാലും. ആ 2-ാം പാലും വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് കുടംപുളിയാണ്. കുടംപുളി ഒരു 3 കുടംപുളി, അത് നിങ്ങളുടെ പുളിയുടെ അതിനനുസരിച്ച്. അപ്പോൾ ഒരു 3 കുടംപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചത്. അപ്പോൾ അതാ ഇവിടെ ചെമ്മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കപ്പോൾ ഇതിൻ്റെ മസാല തയ്യാറാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അപ്പോൾ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളിയുടെ ഒപ്പം തന്നെ ഇഞ്ചിയും കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇതിനൊപ്പം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയും ഇതൊക്കെ നന്നായിട്ട് വഴന്നു വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ട് പച്ചമണം പോകുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച ചെമ്മീനിലേക്ക് നമ്മളെ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചത് ഇതിലേക്ക് മീനിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മസാല, ചുവന്നുള്ളിയൊക്കെ വഴറ്റിയെടുത്ത മസാല നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഇതിലേക്ക് നമ്മുടെ 2-ാം പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം തിളപ്പിക്കാനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്ക് തിള വന്നു കഴിയുമ്പോൾ നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കേണ്ട സമയമാണ്. നമുക്കിപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടെ മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ശരിക്കും ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ തിള വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് അതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ 1-ാം പാല് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കംപ്ലീറ്റ് തിളപ്പിച്ചെടുക്കരുത്. ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് തന്നെ നമുക്കത് വാങ്ങിയെടുക്കാവുന്നതാണ്. അതുപോലെ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിവിടുന്ന് മാറ്റി വയ്ക്കണം. എന്നിട്ട് നമുക്ക് കടുക് ഒക്കെ താളിക്കണം. ആ കടുക് താളിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1.5 തണ്ട് 2 തണ്ട് വേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മൂപ്പിക്കാം. മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉലുവയുടെ പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഇങ്ങനെ താളിച്ച് കൊടുക്കാം. ആ താളിക്കുമ്പോൾ തന്നെ ആ ഉലുവയുടെ ഇതൊക്കെ ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് വരുന്നത്. നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചോറ് കൂട്ടി കഴിക്കാനായിട്ട് വളരെ നല്ല അടിപൊളി സാധനമാണത്. അപ്പോൾ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിനി കുറച്ച് നേരം ഒന്ന് ഇരുന്നാൽ അത്ര നല്ലതാണ്. കറി ഒന്ന് സെറ്റായി കഴിയുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം ചോറിൻ്റെ കൂടെയൊക്കെ എടുത്ത് നമുക്ക് അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും മാക്സിമം പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഉലുവയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ആ ഉലുവ ചേർക്കുമ്പോൾ തന്നെ ആ ഒരു കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. എല്ലാവരും മാക്സിമം പറ്റാവുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേറെ വീഡിയോയിൽ പിന്നെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.